ഹലോ ഗായ്സ്, അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഞാനും ജിബ്രാനും കുഞ്ഞോൾ CPയും ഇബ്രാഹിമും ടിഷാപ്പും അബ്രാഹിം ഖുറേഷിയും തിരിച്ചു വന്നിരിക്കുകയാണ് ഗായ്സ് അല്ലേ. കൊറേ ആയി നമ്മളിപ്പോ വ്ലോഗ് ഇട്ടിട്ടില്ലേ. അപ്പൊ ഗായ്സ് നമ്മളെ കുഞ്ഞോള് വിരുന്ന് വായിക്കുന്നു. ഒരാഴ്ച പോയി നിന്നിട്ടോളെ പെരയില് ഞാൻ കുഞ്ഞോളെ വിരുന്ന് പറഞ്ഞൊക്കെ ഇല്ല അതിന്റെ വർത്താനങ്ങൾ പറയുന്നത് അല്ലേ. ഇബ്രൊക്കെ 2 ആഴ്ചയായി പോയിട്ടില്ലേ. ഇബ്രു മദ്രസ പൂട്ടി പിറ്റേന്ന് പോയിക്കണ് അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരിക്ക സഹവാസ? ഉറക്കനാണ് പറജേ. അയ്യോ അടിപൊളിയാ. പൊയ്ക്കൊക്കെ പോയി വലിയ കുട്ടികൾ ചാടുന്നമാരിയൊക്കെ ചാടീന് ചെറുക്കം. ഞാൻ ചാടാൻ നിന്നപ്പോ ഞൊന്തിട ബാക്കിൽ വന്നു കണ്ടി ഒറ്റ തള്ളു. ഇവിടെ വരെ എത്തി. തൊള്ളയാണ് വലുതായിക്കണത്, അല്ലാതെ വിക്കർസിന്റെ ആള് മെയിൻ മൂത്താപ്പനാണ്. നാശനഷ്ടങ്ങളുണ്ട് നിങ്ങൾക്കൊരു വെറുതെ അല്ലേ. തല കൂട്ടാതെ തന്നെ വലുതായിക്കണ വല്ലുട്ടേക്കണ. മാഷാല്ലാ പെച്ചിലാറാകുഞ്ഞിത്. അപ്പൊ ഈ കുഞ്ഞോള് വിരുന്ന് പോയി വന്നു. അപ്പൊ ഞമ്മളൊക്കെ അറിയുണ്ടാവും. ഞമ്മളൊക്കെ എന്താ കുഞ്ഞോള് വിരുന്ന ടൈമിൽ ചിലപ്പോ നിങ്ങളായിട്ടൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ടാവും. തെറ്റുകൾ സംഭവിച്ചേക്കാം. പക്ഷെ അതൊന്നും ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങളതൊന്ന് സീരിയസ് പ്രേമാണെന്നോ പ്രണയമാണെന്നോ വിചാരിക്കരുത്. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു താൽക്കാലിക ആശ്വാസത്തിന് മെസ്സേജ് അയക്കണം. അപ്പൊ ഇനി റിപ്ലൈ ഒന്നും അയക്കണ്ട. ഞാനൊക്കെ നിർത്തിക്കാളി. പെണ്ണുങ്ങൾ വന്നിക്കണേ ബക്കീറാണ്. ഇങ്ങളല്ലേ ഞാൻ തട്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണല്ലോ ഞങ്ങളെ. ഓക്കെ, അപ്പൊ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നിങ്ങൾക്കൊരു സാധനം, ഒരു പ്രത്യേക സാധനം പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പൊ എന്നാൽ കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് വ്ലോഗ് പോവാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ, കാലങ്ങളോളായിട്ട് എൻ്റെ ഒരു കാലുമുള്ളൊരു സംഭവമാണ് ഇത് വെരിക്കോസ് വെയിൻ കേട്ടോ. അപ്പോൾ ഇത് സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് ചെയ്യാതിരിക്കണം. ഇതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ രാത്രി കാല് പെരും കടച്ചിലേക്കാറ്, ഉറങ്ങാൻ തന്നെ കഴിയൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയൊരു ഐറ്റം മെഷീൻ വാങ്ങിയതാണ്. ഇതാണ് നമ്മുടെ അഗാരോ മാഗ്മ എയർ കംപ്രഷൻ ലെഗ് മസാജർ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ മെയിൻ യൂണിറ്റ് വരുന്നത് കേട്ടോ. ഇതിലൊരു പവർ ഇൻഡിക്കേറ്ററും ഒരു മോഡ് ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ ഒരു എയർ പ്രഷർ ഇൻഡിക്കേറ്ററുമാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ബട്ടൺസിൽ മോഡ് ബട്ടൺ ഉണ്ട്. മോഡ് ബട്ടൺസിൽ തന്നെ നമുക്ക് സീക്വൻസ് മോഡ് ഉണ്ട്, സർക്കുലേഷൻ മോഡ് ഉണ്ട്, ഹോൾ മോഡ് ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ഈ എയർ പ്രഷറിൻ്റെ സ്വിച്ചാണ്. ഈ സ്വിച്ചിൽ നമുക്ക് പ്രഷർ ചേഞ്ച് ചെയ്യാനും പറ്റും കേട്ടോ. ഈ പൈപ്പിലൂടെയാണ് നമ്മുടെ എയർ പ്രഷർ പോവുക. ഇത് നമ്മുടെ തൈയിനും കാഫിനും ഫൂട്ടിനും മസാജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക തരം മെഷീനാട്ടോ. 2 സ്ട്രാപ്പിന്റെ പുറത്തും ലെഫ്റ്റും റൈറ്റും പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കാലിൽ ഈ ഒരു സ്ട്രാപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുകൊണ്ടുള്ള ഒരു മെയിൻ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മുടെ വെരിക്കോസ് വെയിൻ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ജോയിന്റിലുള്ള പെയിനൊക്കെ പെട്ടെന്ന് റിമൂവ് ആവും കേട്ടോ. പിന്നെ മസിൽ റിക്കവറി പെട്ടെന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷന് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. 2 സ്ട്രാപ്പ് നമ്മൾ കാലിൽ സ്റ്റിക്ക് ഓൺ ചെയ്തതിന് ശേഷം ഈ വരുന്ന പൈപ്പ് മെയിൻ യൂണിറ്റിലേക്ക് കണക്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ കറണ്ട് കൊടുക്കുക. സ്വിച്ച് ഓൺ ചെയ്താൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്കിതിൽ തന്നെ മാക്സിമം, മീഡിയം, മിനിമം എയർ പ്രഷർ മോഡുകൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോഡുകൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ. സെപ്പറേറ്റ് ഓരോന്നിനും വേണ്ട മസാജ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ ഈ ഒരു മസാജർ വീട്ടിലുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്. വയസ്സായവർക്കൊക്കെ നല്ല ഉപകാരമുള്ള സാധനമാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഗൈസ്, അങ്ങനെ ടിഷ ബേബി ഇതാ വൈകുന്നേരം മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ. ഓളെ സ്വന്തം വാഹനമായ ഈ കാർക്ക് അല്ലേ ശിശുമ ഡി പാത്തുമ്മ ആൻ്റെ മുണ്ടേരി പോയിട്ട് കിട്ടിയ ഗിഫ്റ്റുകളാട്ടത് മുഴുവനും. കൊതുക്, ഭയങ്കര കൊതുക് ശല്യമാണ് അവിടെ. കൊതുകും ചൂടുമല്ലോ, അവിടുത്തെ ചൂടൊന്നും സഹിക്കൂല. എന്താ ബാ ഇറങ്ങി. കൊതുക് ഭയങ്കര അലർജിയാണ് ടിഷ ബേബിക്ക്. പെട്ടെന്ന് കുത്തിയ
പെട്ടെന്നുണ്ട് ഞങ്ങൾക്ക് കുരുകൾ പൊന്താൻ റെഡ് കളർ ആവാനൊക്കെ. ഞാൻ ഇറക്കി തരാം അപ്പളേ. ഞങ്ങളങ്ങനെ നമ്മളെ ജിറബ് എവിടുക്കാ ഗൈസ്? ഞങ്ങളങ്ങനെ തറവാട്ടില് വേണോ? റെഡി? എവിടുക്കാ? അത് പിന്നെ കാണിച്ചു തരാം. അത് കൊറേ വട്ടം കണ്ടിക്കണ പോലെ കണ്ടിക്കണേ. കണ്ടു. നീ ഇവിടെ കൊണ്ടുവന്നേക്ക്. ഇപ്പം സൈക്കിളും കൊണ്ടാണല്ലോ തറവാട്ടിക്ക് വരുന്നത്. ഞങ്ങൾ ഓലോടൊന്നും പറയാതെ തറവാട്ടിക്ക് പോകുക. വല്യമ്മക്ക് സുഖമില്ലായിരുന്നേന്. അപ്പോൾ വല്യമ്മാനെ കാണാൻ വേണ്ടിയിട്ട് പോകുക. ബാ വേം ബാ നടക്കുന്നാല് സൈക്കിളും കൊണ്ടേ ഇന്നവിടെ കൊണ്ടുപോയി വെക്ക് വേഗം. അല്ലെങ്കിൽ സൈക്കിളും കൊണ്ട് പോര്. ചവിട്ടി പോരാൻ കഴിയൂല എനിക്ക്. ഇന്നവിടെ കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോയി വെച്ചു കേട്ടോ. നീ മുണ്ടാതെ വാട്ടോ. ആരും കൊണ്ടുപോകണില്ല. ഞങ്ങൾ വേഗം ഇങ്ങോട്ട് തന്നെ വരും വല്യമ്മാനെ കണ്ടിട്ട്. ലേറ്റീഷമ്മ വിളിച്ചണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ മൂഞ്ചി. അവിടെ ഉമ്മയില്ല, ആരുമില്ല, വല്യമ്മയില്ല. സുഖമില്ലാത്ത വല്യമ്മാനെ കാണാൻ പോയതാ. പക്ഷെ ഞങ്ങൾ മൂഞ്ചിതാ ഇങ്ങോട്ട് തന്നെ തിരിച്ച്. അല്ലേ ടീഷ? ടീഷക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല. ഓളൊക്കെ തിരിക്കല്ലേ. ഓള് ഹാപ്പിയാണ് അല്ലേ? അപ്പം ഞങ്ങൾ വെറുതെ നടന്നു. അവിടെ ആരും ഇല്ല. ഞാൻ വല്യമ്മ ഉണ്ടാവും കരുതി. ഉമ്മയൊന്നും ഇല്ല അവിടെ എന്ന് പറഞ്ഞു. ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ അവിടേക്ക് പോയിക്കാണ് പറഞ്ഞതിന്. പക്ഷെ വല്യമ്മ ഉണ്ടാവും കരുതി. വല്യമ്മയില്ല. വല്യമ്മ ഇനി തറവാട്ടിക്ക് പോയിക്കണോന്നാവോ. ഞങ്ങളിനി ഞങ്ങളെ വീട്ടിൽ തന്നെ പോവാ അല്ലേ? കൊഞ്ഞേ ഈ ബാത്തൂനെടുത്ത് നടന്നിട്ട് ഞാൻ കൊയങ്ങിക്കണ്. വല്ല വിചാരമുണ്ടോ? പായക്കെട്ടിക്കണേ. അതുകൊണ്ടാ കുറവ്. ഒന്ന് പ്രകടിപ്പിച്ച് കണ്ടില്ല നിങ്ങള്. ഇന്നെന്താണ്ടാക്കണേ ബ്രോ? അലാജു ബ്രോ അറിയില്ല. ഇവളിന്റെ പൂവും ഇവനോ വലിച്ചിടുകയാണല്ലോ. മറന്നോടുന്നേ. ഇതൊക്കെ ഞാനിതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണ സംഭവങ്ങളാ. ടിഷ ഇതെനിക്ക് കളിക്കാനുള്ളതല്ല. ഇവക്ക് വല്ലതും അറിയോ അതിന്? എടുക്കല്ലോ ടിഷ. എന്നാ എടുത്തോ. ഇനി വേറെ എടുക്കരുത് കേട്ടോ ഗൈസ്. അപ്പം ഇന്ന് ഞങ്ങള് ക്രീമി ചിക്കൻ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണല്ലേ ടിഷ? ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ക്രീമി ചിക്കൻ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഉണ്ടാക്കിയാണ് പഠിച്ചാലല്ലേ. എന്താ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുങ്ങാണ്ട് നിൽക്കരുത്. ഞങ്ങളിപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞാണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇനി ലിപ്സ്റ്റിക്ക് കഴുകി കളയാനൊന്നും നിന്നിട്ടില്ല. വ്ലോഗ് എടുക്കാൻ നിന്ന് ഷൂട്ട് കഴിഞ്ഞാണ്ട് നേരെ വ്ലോഗിങ്ങൊക്കെ നിന്നതാട്ടോ. അപ്പം ഇന്ന് എന്താ പറയുക, സ്പെഷ്യല് ചിക്കൻ പാസ്തയാണ്. ക്രീമി ചിക്കൻ പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കന്, ബോൺലെസ് ചിക്കൻ ഇല്ല, ഇതിലില്ലാത്ത പീസ് കുറച്ച് എടുത്ത് വെച്ചിരിക്കണം. അപ്പം ഇത് നമ്മളെ വെളുത്തുള്ളി ബട്ടറിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പം അത് വേവിച്ചെടുത്തിട്ട് ഒക്കെ കണ്ട് പഠിച്ചിരിക്കണ ഞാൻ കേട്ടോ. ഒക്കെ കണ്ടിക്കണോ നിങ്ങൾ വീഡിയോ ഒക്കെ. അപ്പം ഞങ്ങളത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അല്ലേ? ഓക്കെ ഗൈസ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ബട്ടറൊക്കെ ഇട്ടുങ്ങാണ്ട് അതിൽ കുറച്ച് ഗാർലിക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ബട്ടറിലാട്ടോ ഗാർലിക്ക് മൂപ്പിച്ചത്. പിന്നെ എന്നിട്ട് ഈ ചിക്കനില്ലേ, കുറച്ച് ചിക്കൻ തന്നെ ഉള്ളൂ,
ചിക്കന് ഇട്ടുങ്ങാണ്ട് ചിക്കൻ നല്ലോണം വേവിച്ച. ചിക്കനിൽ എക്സ്ട്രാ ഞാൻ മസാലകളൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. പക്ഷേ ഇവിടെ എൻ്റെ അടുത്ത് കുരുമുളക് പൊടി ഇല്ല. അപ്പോൾ ഞാൻ എക്സ്ട്രാ വേറെ മസാലയൊന്നും ആഡ് ചെയ്യണില്ല. കുറച്ച് ഉപ്പ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ഇട്ടിക്കണം. ചിക്കൻ ഇട്ടുകൊണ്ട് നല്ലോണം ആ ഗാർലിക്കിൻ്റെയും വെളുത്തുള്ളിൻ്റെയും അതേപോലെ തന്നെ മറ്റേ ബട്ടറിൻ്റെ ഒക്കെ നല്ല ഒരു സ്മെല്ലൊക്കെ ഇതിക്ക് പിടിച്ച് നല്ലോണം വെന്ത് വരട്ടെ ചിക്കൻ കേട്ടോ. ഒന്ന് കുക്കാവട്ടെ അല്ലേ ബ്രോ? ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ക്രീമി ചിക്കനൊന്നും കാണില്ല കേട്ടോ. ചെറിയ കുറച്ചുള്ള ചിക്കനും പാസ്ത കേട്ടോ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സംഭവം കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ച് സംഭവങ്ങൾ പാല് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഞാൻ മുണ്ടേരിക്ക് പോണിട്ട് മുന്നേ കൊണ്ടുവന്ന് വെച്ചത് ഇനി പാല്. അപ്പോൾ പാല് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് പാല് തിളപ്പിച്ചപ്പോൾ പാല് പിരിഞ്ഞു. പിന്നെ എന്തൊക്കെയോ കാട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിക്കണം. സംഭവം രസമുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ രസമൊക്കെ ഉണ്ട്. ഓവർ മസാലകളൊന്നും ഇല്ല കേട്ടോ ഇതിൽ. ഒരു വൈറ്റ് കളറായിങ്ങാണ്ട് ഇങ്ങനെ. അപ്പം ഇനി ഇത് എല്ലാവർക്കും കൊടുത്തിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് നമുക്ക് കാണാം കേട്ടോ, എങ്ങനെ ഉണ്ട് എന്നുള്ളത്. വേണ്ട, എപ്പോഴും ഇങ്ങനെ പറയണ്ട ഗൈസ്. അപ്പം നമ്മൾ പാസ്ത റെഡി ആയിക്കണം. എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ട് പറയണം എങ്ങനെ. ഞാൻ തിന്നല്ലേ എങ്ങനെ ഉണ്ട് എന്ന് പറയണം കേട്ടോ എല്ലാവരും. ഇതിൽ സോസ് ഉറ്റിച്ചോ? സ്റ്റാർട്ട്. സത്യം പറഞ്ഞാൽ മതി, ഇഷ്കളയല്ലേ ബ്രോയില്. അത് ഇവിടേക്ക് വെച്ചോ, ഇവിടേക്ക് വെച്ചോളേ. ഇങ്ങോട്ട് വരും. എങ്ങനെയുണ്ടാ ബ്രോ? ഇഷ്ടായോ? ചിക്കനൊന്നും കാണുന്നില്ല. ഞാൻ തിന്നോക്കട്ടെ കേട്ടോ. രസമുണ്ട് കേട്ടോ സംഭവം. ഓവർ മസാലകളൊന്നുമില്ല, എരിയോ കാര്യങ്ങളൊന്നുമില്ല അല്ലേ. പക്ഷെ രസമുണ്ട് കേട്ടോ. ചൂടിലിങ്ങനെ തിന്നണം, തണുക്കാൻ പാടില്ല. ഞങ്ങൾ തിന്ന് തീർക്കട്ടെ കേട്ടോ. കാക്കു വന്നിട്ടില്ല. പശുക്ക് വിളിച്ചേക്കണം. എങ്ങനെയുണ്ട്? ഞങ്ങൾ തിന്നപ്പോ നല്ല ചൂടുണ്ടായിനി. ഇപ്പൊ ചൂട് കുറച്ച് കമ്മിയാക്കണം. കഴിച്ചിട്ടാണ് ഞാൻ പോയത്. എന്തത്? അപ്പൊ ഞാൻ അത് ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞില്ല നിങ്ങളോട്. അപ്പൊ ഇതിന് പാഞ്ഞിട്ടല്ലേ. അതിന് വേഗമാകും, പെട്ടെന്നുണ്ട് ആവാന്. രസമുണ്ടോ? ചിക്കൻ കൂട്ടി തിന്നുന്നില്ല. ചിക്കനൊക്കെ പേരിനുള്ളൂ. അതിലുള്ള പീസിനെയാണോ പറയുന്നത് കേട്ടോ. വേറെ ചിക്കനൊന്നും ഇല്ല. ഓനക്ക് എടുക്കാനാണ്. ഓനൊക്കെ ചിക്കൻ തിന്ന് അറിയണത് ഭയങ്കര കിട്ടലാണ്. ജിബ്രാനൊക്കെ ഇഷ്ടമല്ലാത്ത സാധനമാണ് ഓനക്ക്. എപ്പോഴേലൊക്കെ നല്ല തിപ്പോളിങ് കേട്ടോ ചിക്കന്. ടിഷനെ ആ ജോള ആളല്ലേ. കത്തി കൊണ്ടൊക്കെയാണ് പഴം മുറിച്ചത്. കുട്ടിനെ പോയി ആട്ടി കൊടുക്കും. ഞാൻ മുറിച്ചു തരോ? ഏത് മറ്റൊരു പൊലിവ് TV കാട്ടിക്കൊടുത്ത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നാല്. അല്ല ഓൽക്കെത്താ മനസ്സിലാവാത്. എന്താണ്? കമ്പ്യൂട്ടറല്ല, TV ആണ്. TV ആട്ടിക്കൊടുക്ക്. അപ്പോത്തിന് ഞങ്ങളെ നൊലോളി ഫുള്ളാക്കൂ. ഫോൺ എടുത്ത് പാട്ടിടുമ്പോത്തിന് ഇജ്ജ് ചെന്നാ അതിൻ്റെ അടുത്ത് ചെല്ല. എനിക്ക് ഇനി വേണോ പാസ്ത? കുറച്ചും കൂടി ഉണ്ടാടെ.
ഞങ്ങൾക്ക് മൂന്നാക്കും തരാം കേട്ടോ. നിക്ക് തരും തരും തരും. ഉപ്പച്ചിൻ്റെതാണെന്ന് അറിയട്ടെ. അങ്ങനെയില്ല. എങ്ങനെ കേസ് അറിയട്ടെ ഉപ്പച്ചി തിന്നട്ടെ. ആട്ടാൻ കസാലൊക്കെ വേണം. കുട്ടിനെ ആട്ടണം എന്നുണ്ടെങ്കിൽ ഫോണ്, കസേര എന്തൊക്കെ വേണല്ലേ. വേ ചെല്ല് ഒളിച്ചങ്ങാണ്ട് അങ്ങനെ. ചായ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങള് ചായ കുടിച്ചില്ല. ഞങ്ങളോട് മറ്റേ ബ്രൂ കോഫിയൊക്കെ കൊണ്ടുപോണ്ടി. ഇവിടുന്ന് കോഫിയൊക്കെ ഉണ്ടാക്കി. നിങ്ങളപ്പോത്തിന് അവിടെ പോയി ചായയും തിന്നിക്കണില്ലേ. ഞങ്ങള് കൂട്ടാതെ പോയി ഇങ്ങോട്ട് ചായ ഒരു മടക്ക്. എന്ത് മടക്ക്? വെള്ളം ചായ ഒന്നുമില്ല അവിടെ. വെള്ളമുണ്ട്. ഫ്രിഡ്ജിത്തെ വെള്ളം. ചായ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ. ഇന്ന് നിങ്ങളില്ലാത്തോണ്ട് ഞാൻ ചായക്ക് നിന്നില്ല. നിങ്ങളല്ലേ ചായന്റെ ആള്. ഇങ്ങോട്ട് കൊണ്ടടാ. ഞാൻ ചായ ഒന്നും കുടിച്ചു. ചെറിയ മാനെ അതിനെടുത്തോണ്ടിട്ട്